നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് സ്ഥിരമായിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അല്ലേ? സ്ഥിരമായി കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അല്ലേ? ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ. ഓക്കെ, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മെയ്യിൽ അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ വരാറുണ്ട്. അപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് ജാനിക് സിന്നർ. ആരാണ്? ജാനിക് സിന്നർ. ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ആണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. ഓക്കെ, അപ്പോൾ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നർ. ഇനി നമ്മുടെ റണ്ണറപ്പ് ആരാണ്? അത് ഡാനിൽ മെദ്വദേവ് ആണ്. റഷ്യക്കാരനായ ഡാനിൽ മെദ്വദേവ് ആണ് നമ്മുടെ റണ്ണറപ്പായത്. ഇനി വനിതാ വിഭാഗം വിന്നർ ആരാണ്? അത് അരീന സെബലങ്കയാണ്. ബെലാറസുകാരിയായിട്ടുള്ള അരീന സെബലങ്കയാണ് വനിതാ വിഭാഗം വിന്നറായത്. റണ്ണറപ്പ് സെങ് ക്വിൻ വൺ, ചൈനക്കാരിയായ സെങ് ക്വിൻ വൺ. അപ്പോൾ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നറാണ്. ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം വിന്നറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. റണ്ണറപ്പ് ആരാണ്? ഡാനിയൽ മെദ്വദേവ് ആണ്, റഷ്യക്കാരനാണ്. വനിതാ വിഭാഗം വിന്നർ ആരാണ്? അത് അരീന സെബലങ്കയാണ്, ബെലാറസുകാരിയാണ്. തോൽപ്പിച്ചത് ചൈനക്കാരിയായ സെങ് ക്വിൻ വൺ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ആയപ്പോഴത്തേക്കും ഓസ്ട്രേലിയക്കാർക്ക് അരിയൊക്കെ തിന്നുന്നത് ഒരു സിന്നാണെന്ന്. സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം അല്ലേ? അപ്പോൾ അരീന സിൻ. ഓക്കെ, അരി തിന്നുന്നത് ഒരു സിന്നാണെന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 വിന്നേഴ്സ് പുരുഷ വിഭാഗം ജാനിക് സിന്നറും വനിതാ വിഭാഗം അരീന സെബലങ്കയുമാണ്. ഈ രണ്ട് പേരും നല്ല വൃത്തിയായി ഓർത്തിരിക്കുക. കാരണം എന്താണ്? ഈ ഒരു ഇത് ഇപ്പം 2024 നടന്ന ആ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് 2024 ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് അരി തിന്നുന്നത് അരീന സെബലങ്ക അല്ലേ? അരി തിന്നുന്നത് ഒരു സിന്നാണ്. ഓക്കെ, ജാനിക് സിന്നർ. അടുത്തത് പുരുഷ വിഭാഗം ഡബിൾസിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 പുരുഷ വിഭാഗം ഡബിൾസിൽ നമ്മുടെ കിരീടം നേടിയ ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനും. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യക്കാരനാണല്ലേ? മാത്യു എബ്ഡൻ ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ ഇവർ രണ്ടുപേരും ഒരുപാട് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളിൽ ഇപ്പോൾ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രോഹൻ ബൊപ്പണ്ണയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം കിരീട ജേതാവും കൂടിയാണ് ഇപ്പോൾ രോഹൻ ബൊപ്പണ്ണ. ഓക്കെ, അപ്പോൾ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ ഓസ്ട്രേലിയ എന്നിവർക്കാണ് നമ്മുടെ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ഡബിൾസിൽ സമ്മാനം നേടിയത്. ഇനി റണ്ണറപ്പ് ആരാണ്? സിമോൺ ബൊലല്ലി, ഇറ്റലിക്കാരനാണ്. രണ്ടുപേരും ഇറ്റലിക്കാരാണ്, സിമോൺ ബൊലല്ലിയും ആൻഡോ വവോസരി. ഓക്കെ, സിമോൺ ബൊലല്ലിയും ആൻഡോ വവോസരിയുമാണ് ഇറ്റലിക്കാരായിട്ടുള്ള പുരുഷ വിഭാഗം ഡബിൾസിൽ റണ്ണറപ്പായത്. ഓക്കെ, അപ്പോൾ പുരുഷ വിഭാഗം ഡബിൾസ് ആർക്കൊക്കെയാണ്? രോഹൻ ബൊപ്പണ്ണ കിട്ടിയത് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനും. ഈ 2023 ലാസ്റ്റ് നടന്നത് US ഓപ്പൺ ആണ്. അതിനും നമ്മുടെ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ റണ്ണറപ്പ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഒന്നുകൂടെ പറയാം. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ഓർക്കാൻ, വിജേതാക്കളെ ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞു അല്ലേ? എന്താണ്? 2024 ഓസ്ട്രേലിയയിൽ അരി തിന്നുന്നത് ഒരു സിന്നാണ്. ഓക്കെ, അരീന സെബലങ്കയാണ് വനിതാ വിഭാഗം വിന്നർ. പുരുഷ വിഭാഗം ജേതാവാരാണ്? ജാനിക് സിന്നർ. റണ്ണറപ്പിനെ ഓർത്ത് വയ്ക്കുക. ഡാനിയൽ മെദ്വദേവ് ആണ്, റഷ്യക്കാരനാണ്. അതേപോലെ റണ്ണറപ്പ് ആരാണ്? സെങ് ക്വിൻ വൺ ആണ്. ഓക്കെ, സെങ് ക്വിൻ വൺ, ചൈനക്കാരിയായ സെങ് ക്വിൻ വൺ. അടുത്തത് നമ്മുടെ പുരുഷ വിഭാഗം ഡബിൾസിൽ ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണ്, ഇന്ത്യക്കാരനും കൂടെയുള്ളത് മാത്യു എബ്ഡൻ ഓസ്ട്രേലിയ. ഇനി റണ്ണറപ്പായത് സിമോൺ ബൊലല്ലി, ആൻഡോ വവോസരി. ഓക്കെ, റണ്ണറപ്പ് സിമോൺ ബൊലല്ലിയും ആൻഡോൺ വവോസരിയാണ്. രണ്ടുപേരും ഇറ്റാലിക്കാരാണ്.
അടുത്തത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2023. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുരുഷ വിഭാഗം, ഈ ഒരു പേര് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. നൊവാക് ജോക്കോവിച്ച് 2023 ഒരു പുരസ്കാരം ഒഴികെ, അതായത് US ഓപ്പൺ ഒഴികെ ബാക്കി എല്ലാ പുരസ്കാരങ്ങളും നേടിയത് ആരാണ്? നമ്മുടെ നൊവാക് ജോക്കോവിച്ചാണ്. സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം ഇപ്പം നേടുന്ന ആളാണ് അല്ലേ നമ്മുടെ നൊവാക് ജോക്കോവിച്ച്. വനിതാ വിഭാഗത്തിൽ ആരാണ്? നേരത്തെ നമ്മൾ ഓസ്ട്രേലിയക്കാരിയായ അരീന സെബലങ്കയെ പറ്റി പറഞ്ഞു അല്ലേ, ബെലാറസ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് ആരാണ്? അരീന സെബലങ്കയാണ്. 2024 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് ആര് തന്നെയാണ്? നമ്മുടെ അരീന സെബലങ്കയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നടക്കുന്നതിൻ്റെ ഓർഡർ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നടക്കുന്നതെന്ന് ഓർക്കുക. ഒരെണ്ണം മാത്രം വ്യത്യാസം. ഓക്കെ, ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. പിന്നെ വരേണ്ടത് എന്താണ്? US ഓപ്പൺ ആണ് അല്ലേ. പക്ഷേ അതിന് പകരം വരുന്നത് എന്താണ്? ലാസ്റ്റ് രണ്ടെണ്ണം മാത്രം ആൽഫബറ്റിക്കൽ ഓർഡറല്ല, വിംബിൾഡൺ, പിന്നെയാണ് US ഓപ്പൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിന്ന് ഓർത്തിട്ട് ലാസ്റ്റ് രണ്ടെണ്ണം റിവേഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ചാണ്, സെർബിയക്കാരനാണ്. ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. അദ്ദേഹത്തിന് മാത്രമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് പഠിക്കുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ചാണ്, സെർബിയക്കാരനാണ്. വനിതാ വിഭാഗം ആരാണ്? അരീന സെബലങ്കയാണ്, ബെലാറസുകാരിയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതും 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതും ആര് തന്നെയാണ്? അരീന സെബലങ്കയാണ്. ഇനി മിക്സ്ഡ് ഡബിൾസിൽ ഇവിടെ റണ്ണറപ്പ് മാത്രം നമ്മൾ ഓർത്തിരിക്കുക. സാനിയ മിർസയും റോഹൻ ബൊപ്പണ്ണയ്ക്കും അവിടെ മിക്സ്ഡ് ഡബിൾസിൽ റണ്ണറപ്പ് പൊസിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിരുന്നാൽ മതി. 2023 സ്റ്റാർട്ടിങ് നടന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അന്ന് മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസ, റോഹൻ ബൊപ്പണ്ണയ്ക്ക് പുരസ്കാരം അല്ലെങ്കിൽ റണ്ണറപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗം അരീന സെബലങ്കയാണ്. എന്നാൽ 2024 ആർക്കൊക്കെയായിരുന്നു? പുരുഷ വിഭാഗം ജാനിക് സിന്നർ, അരീന സെബലങ്കയ്ക്ക് തന്നെയാണ് 2024 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അരിതിന് 2024 ഓസ്ട്രേലിയക്കാർക്ക് സിന്നാണ്. ജാനിക് സിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരും കൂടെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, നൊവാക് ജോക്കോവിച്ച് മറന്നുപോണ്ട. നൊവാക് ജോക്കോവിച്ച് 2023 മൊത്തം നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം ഒഴികെ ബാക്കി എല്ലാം ലഭിച്ചത് നമ്മുടെ നൊവാക് ജോക്കോവിച്ചിനാണ്. ഓക്കെ, അപ്പോൾ 2023 കഴിഞ്ഞു. ഇനി 2023 ഞാൻ പറഞ്ഞു അല്ലേ, ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞാൽ ഒരു ഇയറിൽ പിന്നെ നടക്കുന്ന എന്താണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ് അല്ലേ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായത് ആരാണ്? വീണ്ടും അതേ പേര് തന്നെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ. രണ്ടാമത്തെ ആളും ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും ആര് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച്, സെർബിയക്കാരൻ തന്നെ അല്ലേ. റണ്ണറപ്പ് ആയത് കാസ്പർ റൂഡാണ്. നോർവേക്കാരനായ കാസ്പർ റൂഡായിരുന്നു നോർവേക്കാരൻ. റൂഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് നമ്മൾ തോൽപ്പിക്കണം അല്ലേ. അപ്പോൾ നൊവാക് ജോക്കോവിച്ച് ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ റൂഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് തോൽപ്പിച്ച് കളയും. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ നൊവാക് ജോക്കോവിച്ച്, റണ്ണറപ്പ് ആരാണ്? കാസ്പർ റൂഡ്. ഇനി വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാടെക്. ഓക്കെ, പോളണ്ടുകാരിയായിട്ടുള്ള ഇഗ സ്വിയാടെക് ആണ് നമ്മുടെ വനിതാ വിഭാഗം ജേതാവായിട്ട് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് നോക്ക്, ഓക്കെ, ഇതാ ഇങ്ങോട്ടേക്ക് നോക്ക് എന്നുള്ള തരത്തിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? ഇഗ സ്വിയാടെക് ആണ്, പോളണ്ടുകാരിയാണ്. പുരുഷ വിഭാഗം ജേതാവ് ഓസ്ട്രേലിയ ആണെങ്കിലും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും ആർക്ക് തന്നെയാണ് ലഭിച്ചത്? നമ്മുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, അപ്പോൾ 2023 അടുത്തത് വിംബിൾഡൺ പുരസ്കാരം. 2023 ഞാൻ പറഞ്ഞു സാധാരണയായിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ US ഓപ്പൺ ആയിരുന്നു വരേണ്ടത്. പക്ഷേ ലാസ്റ്റ് രണ്ടെണ്ണം തലതിരിച്ചാണ് അല്ലേ. വിംബിൾഡൺ ആണ് മൂന്നാമതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 2023 വിംബിൾഡൺ പുരസ്കാരം പുരുഷ വിഭാഗം ലഭിച്ചത് ആർക്കാണ്? കാർലോസ് അൽക്കാരസ്.
ഓക്കെ, വിംബിൾഡൺ പുരസ്കാരം ലഭിച്ചത് 2023 ആർക്കാണ്? കാർലോസ് അൽക്കാരസ്. നമ്മുടെ നൊവാക് ജോക്കോവിച്ചിന് 2023 ലഭിക്കാത്ത ഒരേ ഒരു പുരസ്കാരമാണ് ഇത്, 2023 വിംബിൾഡൺ പുരസ്കാരം. ബാക്കി US ആണെങ്കിലും, US ഓപ്പൺ ആണെങ്കിലും, ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും, ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെങ്കിലും ആർക്കാണ് ലഭിക്കുന്നത്? നമ്മുടെ നൊവാക് ജോക്കോവിച്ചിനാണ്. ഓക്കെ, അപ്പോൾ 3 പുരുഷന്മാരുടെ കിരീടം ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. ആർക്കാണ്? ഓസ്ട്രേലിയ ഓപ്പൺ ആണെങ്കിലും, ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും, അതേപോലെ തന്നെ US ഓപ്പൺ ആണെങ്കിലും. ഓക്കെ, വിംബിൾഡൺ ഒഴിച്ച് ബാക്കിയുള്ള 3 കിരീടവും സ്വന്തമാക്കിയ ആൾ ആരാണ്? അത് നൊവാക് ജോക്കോവിച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വിംബിൾഡനും റണ്ണറപ്പായിട്ട് വന്നിരിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ നൊവാക് ജോക്കോവിച്ചാണ്. പക്ഷേ ഈ ഒരു വിംബിൾഡൺ കിരീടം മാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല. പകരം ഈ പേരാർക്കാണ്? അപ്പം ഇത് നിങ്ങൾ PSC കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് വിംബിൾഡൺ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നൊവാക് ജോക്കോവിച്ച് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണും. അപ്പോൾ ആരാണ് 2023 വിംബിൾഡൺ നേടിയെന്ന് ഓർക്കുക? കാർലോസ് അൽക്കാരസ്. ഓക്കെ, ആദ്യത്തെ കിരീടമാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, കാർലോസ് അൽക്കാരസ് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കിരീടമാണ്. അപ്പോൾ വിംബിൾഡൺ ആർക്കാണ്? കാറൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ വിംബിൾഡൺ കൊടുക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കാർലോസ് അൽക്കാരസ്. ഓക്കെ, കാർലോസ് അൽക്കാരസിനാണ് വിംബിൾഡൺ പുരസ്കാരം. അടുത്തത് റണ്ണറപ്പ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. റണ്ണറപ്പായിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. വനിതാ വിഭാഗം വിംബിൾഡൺ പുരസ്കാരം ലഭിച്ചത് മാർക്കെറ്റ ഹെൻഡ്രസോവ. അപ്പോൾ നമ്മുടെ വിംബിൾഡൺ ആർക്കാണ്? കാർ ഓർത്ത് വയ്ക്കാം. കാർലോസ് അൽക്കാരസിനും വനിതാ വിഭാഗത്തിന് മാർക്കെറ്റ ഹെൻഡ്രസോവ. അപ്പോൾ വിംബിൾഡൺ മാർക്കാർ. ഓക്കെ, വിംബിൾഡൺ മാർക്കാർ. വിംബിൾഡൺ 2023 ലഭിച്ച ആർക്കൊക്കെയാണ്? വനിതാ വിഭാഗത്തിലെ മാർക്കെറ്റ ഹെൻഡ്രസോവയും കാർലോസ് അൽക്കാരസും. ഓക്കെ, റണ്ണറപ്പ് ആയിട്ടുള്ളത് ഇവിടെയും നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. അദ്ദേഹത്തിന് വിംബിൾഡൺ മാത്രം കൈവിട്ടുപോയി അല്ലേ. ഇനി US ഓപ്പൺ 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ഞാൻ പറഞ്ഞു അല്ലേ, ആകെ കിട്ടാത്തത് വിംബിൾഡൺ മാത്രമേ ഉള്ളൂ. വീണ്ടും ആർക്ക് തന്നെയാണ്? 24ാമത്തെ കിരീടമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, നൊവാക് ജോക്കോവിച്ച് ഈ ഒരു 2023 ഏറ്റവും ലാസ്റ്റ് നടന്ന കിരീടമാണ് അല്ലേ, വിംബിൾഡൺ കിരീടമാണ് നമ്മുടെ US ഓപ്പൺ അല്ലേ. 2023 US ഓപ്പൺ ആണ്. അവസാനമായിട്ട് നടക്കുന്ന വിംബിൾഡൺ കിരീടം ഏതാണ്? അത് US ഓപ്പൺ ആണ്. ആദ്യം നടക്കുന്ന ഓസ്ട്രേലിയൻ ആണ്, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ ആണ്, മൂന്നാമത് വിംബിൾഡൺ ആണ്, 4ാമതാണ് US ഓപ്പൺ വരുന്നത്. US ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവ് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. വനിതാ വിഭാഗത്തിലാണെങ്കിലോ അത് കൊക്കോ ഗൗഫാണ്. അമേരിക്കക്കാരിയായിട്ടുള്ള കൊക്കോ ഗൗഫിനാണ് കിട്ടിയിരിക്കുന്നത്. റണ്ണറപ്പ് അരിയാന സെബലങ്ക. അപ്പോൾ 2023 നമ്മുടെ US ഓപ്പൺ വന്ന് ലാസ്റ്റ് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ് അല്ലേ, അവിടെ നിന്ന് പോയിട്ട് റണ്ണറപ്പ് ആയിട്ടാണ് 2024 ഓസ്ട്രേലിയ ഓപ്പണിൽ വീണ്ടും നമ്മുടെ അരിയാന സെബലങ്കയ്ക്ക് കിരീടം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റണ്ണറപ്പ് ഒന്നുകൂടെ പറയാണ്, നമ്മുടെ 2023 ഫ്രഞ്ച് ഓപ്പൺ നൊവാക് ജോക്കോവിച്ചിനാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പണും ആർക്ക് തന്നെയായിരുന്നു? നൊവാക് ജോക്കോവിച്ചിനാണ്. അതുപോലെ തന്നെ 2023 US ഓപ്പണും ആർക്ക് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ചിനാണ്. അദ്ദേഹത്തിന് ലഭിക്കാത്തത് വിംബിൾഡൺ പുരസ്കാരം മാത്രമാണ്. വിംബിൾഡൺ ആർക്കാണ് ലഭിച്ചത്? കാർലോസ് അൽക്കാരസ്. മാർ എന്ന് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു അല്ലേ, വിംബിൾഡൺ. കാർലോസ് അൽക്കാരസും നമ്മുടെ വനിതാ വിഭാഗത്തിൽ മാർക്കെറ്റ ഹെൻഡ്രസോവയ്ക്കുമാണ്. ഓക്കെ, വിംബിൾഡൺ മാർക്കെറ്റ ഹെൻഡ്രസോവ. ഇനി 2023 ഫ്രഞ്ച് ഓപ്പൺ നൊവാക് ജോക്കോവിച്ചിനാണെന്ന് പറഞ്ഞു. റണ്ണറപ്പ് ആരാണ്? കാസ്പർ റൂഡ്. ഫ്രാൻസിൽ പോയ റൂഡായിട്ടുള്ള ആൾക്കാർക്കൊന്നും കിരീടം ലഭിക്കില്ല. റണ്ണറപ്പ് കാസ്പർ റൂഡ്. വനിതാ വിഭാഗം ആരായിരുന്നു? ഇഗ സ്വിയാടെക്. ഓക്കെ, ഇഗ സ്വിയാടെക് ആണ്. പോളണ്ടുകാരിയായിട്ടുള്ള ഇഗയ്ക്കാണ്. ഇതാ ഇങ്ങോട്ടേക്ക് നോക്കൂ, ഇഗ സ്വിയാടെക് ആണ്. ഫ്രഞ്ചിൽ പോയാൽ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല, ഫ്രഞ്ച് അവിടെ പാരീസും എല്ലാം നോക്കൂ, ഇതാ ഇങ്ങോട്ടേക്ക് നോക്കൂ, ഇഗ സ്വിയാടെക്. അടുത്തത് വിംബിൾഡൺ ആണെങ്കിലോ കാർലോസ് അൽക്കാരസ് പുരുഷ വിഭാഗം, വനിതാ വിഭാഗം മാർക്കെറ്റ ഹെൻഡ്രസോവ. ഇനി 2023 US ഓപ്പൺ വീണ്ടും ആര് തന്നെ? നൊവാക് ജോക്കോവിച്ച്. വിംബിൾഡൺ ഒഴികെ എന്ത് 2023 കിരീടം ചോദിച്ചു കഴിഞ്ഞാലും പുരുഷ വിഭാഗം ആർക്കാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. 24ാമത്തെ കിരീടമാണ്. ഈ നമ്പർ ഓർത്ത് വെച്ചോളൂ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. എത്രാമത്തെ കിരീടമാണ്? 24ാമത്തെ കിരീടമാണ്. ഇനി വനിതാ വിഭാഗം ലഭിച്ചതോ? കൊക്കോ ഗൗഫാണ്. അമേരിക്കക്കാരിയായിട്ടുള്ള കൊക്കോ ഗൗഫിനാണ് ലഭിച്ചത്. റണ്ണറപ്പ് വീണ്ടും ആരിയാന സെബലങ്ക.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിംബിൾഡൺ പുരസ്കാരങ്ങൾ, ഇതിൽ നിന്ന് എന്തായാലും വരുന്ന LD എക്സാമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായാലും ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, നമ്മളുടെ റാങ്ക് ഇത് അറ്റൻഡ് ചെയ്യാതിരുന്നത്, കാരണം എല്ലാവരും പഠിച്ചിട്ട് തന്നെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, റാങ്ക് ഒരുപാട് പിന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ഫ്രഷ് ടോപ്പിക്ക്, അതായത് നമുക്കറിയാം കറണ്ട് അഫയർ ടോപ്പിക് വൈസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫ്രഷ് ടോപ്പിക് വൈസ് കറണ്ട് അഫയറുമായിട്ട് കാണാം. ബൈ.